വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ ഗൈസ് നമ്മളത്തെ കുറെ കാലത്തിന് ശേഷം ട്രിപ്പ് പോകാൻ പോവാണ്. ഞങ്ങള് ലാസ്റ്റ് ആയിട്ട് ട്രിപ്പ് പോയത് എപ്പോഴാണെന്നറിയോ? ശ്രീന്റെ ബർത്ത്ഡേന്റെ സമയത്താണ്. അതായത് നവംബറിലാണ് നമ്മൾ ട്രിപ്പ് പോയത്. അതിനുശേഷം ഇപ്പൊ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 7 മാസമായി. 7 മാസത്തിന് ശേഷമാണ് നമ്മൾ അടുത്ത ട്രിപ്പ് പോകുന്നത്. ഇനി നമുക്കിപ്പോ പ്രോഗ്രാമിന്റെ ഒരു വലിയ തിരക്കാണ് ഇനി വരാൻ പോകുന്നത് ഗൈസ്. അപ്പൊ ഞങ്ങള് വിചാരിച്ച് അതിന് മുന്നേ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരാറ്. ഞങ്ങളിത് 2 കാറിലായിട്ടാട്ടോ പോകുന്നത്. കാക്ക അവിടെ ലഗേജ് ഇതാ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 2 കാർ പോകാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 6 പേരാണുള്ളത്. അപ്പൊ 6 പേരും കൂടെ ഒരു കാറിൽ പോകില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ 2 കാർ എടുത്തിട്ടാണ് ഇപ്രാവശ്യം പോകുന്നത്. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചിട്ടാണ്ടാവില്ല, പക്ഷെ ഇപ്രാവശ്യം 2 കാറിലാണ്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ 4 ദിവസത്തെ ട്രിപ്പിനാണ് ഗൈസ് പോകുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ 40 ദിവസത്തെ ലഗേജ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീട് മൊത്തം ലഗേജ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇല്ല, ഇത് 5-ൻ്റെതാണ്. ഇക്കാക്ക് പിന്നെ വലിയൊരു ഇക്കാക്ക് വലിയ ബാഗാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇത് ഇത്ര. ബാക്കി എനിക്കൊരു 2 ചെറിയ ബാഗാ തന്നത്. 3 ചെരുപ്പ് ഇതിന്റെ ഉള്ളിലുണ്ട്. 3 ജോഡി ചെരുപ്പ്, ഒരു ഷൂ. ഒന്ന് ഞാൻ കാലിട്ട്, ഒന്ന് ഒരു ഷൂ ഉണ്ട്, പിന്നെ ഒരു സ്ലിപ്പേഴ്സ് ഉണ്ട്, പിന്നെ സല്ലുവിന്റെ ക്രോക്സും ഉണ്ട്. ഒരു മിനിറ്റ് വരും, അടുത്ത കാറിലേക്ക് വരും, ഞാൻ കാണിച്ചു തരാം. അത് 2 കൺട്രീസ്. സ്ത്രീക്കും മമ്മിക്കും ഉള്ള ലഗേജ് ആണിത്. ഇത് നമ്മൾ ശരിക്കും വല്ല ഫോറിൻ കൺട്രീസിലൊക്കെ ട്രിപ്പ് പോകുമ്പോ കൊണ്ടുപോകുന്ന അത്രയും വലിയ ബാഗാട്ടോ. നമ്പറിലൊക്കെ ബാഗാണ്. ഇതില് മുഴുവൻ ഇവളുടെ ഡ്രസ്സാണ്. ഇത് ഈ കുഞ്ഞു പെട്ടിയില് പാവം മമ്മീന്റെ ഡ്രസ്സാണ്. ഒരു സൈഡ് ഒഴിവാ, ഒരു സൈഡ് മുഴുവൻ ഒഴിവാണ്. എന്നിട്ട് ഇതിൽ കൊള്ളാത്ത 2-3 ഈല് കുത്തി നിറച്ചു. എന്നോട് ഞാൻ പറഞ്ഞോണ്ടല്ലേ ഇതിപ്പോ പറയുന്നത്. എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. ഒരുപാട് ലേറ്റ് ആയി. ഞങ്ങൾ ഇന്നും ലേറ്റ് ആണ്. കുഴപ്പമില്ല, നമുക്ക് പിന്നെ മെല്ലെ ഡ്രൈവ് ചെയ്ത് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോ അവിടെ എത്താം. എന്നിട്ട് ഉച്ചക്ക് ഈവനിങ് നമുക്ക് ലഞ്ച് കഴിക്കാം. ഇതിപ്പോ ആരൊക്കെ ഏതിലാ കയറുന്നേ? വൈബ് ഈ കാർ. അപ്പൊ ഗൈസ് ഇമ്മി 5 കാക്കയും കൂടെ അതിലാണ് കയറുന്നത്. ഞാനും അമ്മ ചിലപ്പോ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറും ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് ഇറങ്ങാം. ഞാനും ശ്രീയും മമ്മിയും ആണ് ഈ കാറിലുള്ളത്. അതില് 5 ഉമ്മി കാക്കയാണ്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഉമ്മ ഇതിലേക്ക് കയറും. ഉമ്മ കുറച്ചും കൂടെ സുഖം ഈ ഒരു കാറിൽ ഇരിക്കാനാണ്. പോളോയിൽ ഇരിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ സുഖത്താണ്. അതിനോട് ഉമ്മ ചിലപ്പോ ഇതിലേക്ക് ഇടയ്ക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് പോവാം. നല്ല മതി. അപ്പൊ ഗൈസ് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാല് നമ്മൾ വയനാട്ടിലേക്കാണ് ഗൈസ് പോകുന്നത്. വയനാട്ടിൽ നമ്മൾ റിസോർട്ടിൽ ഒരു 4 ദിവസത്തെ സ്റ്റേക്കാണ് ഗൈസ് പോകുന്നത്. ഞങ്ങൾ അടിച്ചു വിളിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇതാ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 4 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ. അത് ഓരോ കാറതാട്ടോ ബാക്കിലുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരുപോലെ തന്നെയാണ് പോവാ. 2 കാറിലാണെങ്കിലും ഞങ്ങള് ഒരേ സമയം ഒരേ റൂട്ടിലായിരിക്കില്ലേ സല്ലു പോവാ? വലിയ പോവാ. സല്ലു റെഡി അല്ലേ? പിന്നെ ഒരു ബാക്കിലുണ്ട് ഗൈസ്, നമ്മളെ ബാക്കിൽ തന്നെ ഉണ്ട്. കണ്ടോ? നമ്മള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സ്നാക്സ് മൊത്തം കണ്ടോ? ഈ കാറിലുള്ളത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഓർക്ക് ആ ബോധം വരിക. ആ കാറിൽ ഒരൊറ്റ സാധനം പോലില്ല. ഇനി വിളി തുടങ്ങിയിട്ടേ ഉള്ളൂ. വിശപ്പിനുള്ള സമയമൊന്നും ആയിട്ടില്ല. നമുക്ക് തന്നെ തീർത്താലോ? അതാണ് നല്ലത്. ഉമ്മ റെഡിയാണ്. ഞാൻ ഡൊറിറ്റോസ് എടുത്ത്. ഉമ്മ അവിടെ ചുവന്ന ലേസ് കഴിക്കാട്ടോ. നമുക്ക് ഡൊറിറ്റോസ് ആണോടാ? ഇപ്പൊ തരാമേ. നമുക്ക് ഇവിടുന്ന് ഒരു 100 കിലോമീറ്ററിന്റെ അടുത്ത് യാത്ര ഉണ്ട്. 100? 100 കിലോമീറ്ററിന്റെ അടുത്ത് 2.5-3 മണിക്കൂർ കൊണ്ട് എത്തുള്ളൂ. നമ്മള് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചില്ലല്ലോ. ഇറങ്ങാൻ ലേറ്റ് ആയി. വേറെ എന്തൊക്കെയോ കുറെ പരിപാടികളുള്ളതുകൊണ്ട് 11:30 ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ 5 മണിയാകുമ്പോഴേ നമ്മൾ അവിടെ എത്തുള്ളൂ. അപ്പോഴാണ് നമ്മൾ ചോറ് കഴിക്കാൻ പോകുന്നത്. നമ്മൾ അവിടെ ഓൾറെഡി ഓർഡർ ചെയ്തോണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാനും പറ്റില്ല. ഗൈസ് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി ഗൈസ്. ഞങ്ങളെ സ്നാക്സ് എല്ലാം കാറിലാണ് വെച്ചത്. 2 നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വെച്ചുകൂടായിരുന്നു. ഞാനത് ആലോചിച്ചില്ല. അത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ കവറോടൊക്കെ തന്നെ അതില് വെച്ചുപോയി. ഞാൻ ഓരെ വിളിച്ചിട്ട് തരാൻ പറയാ, അതായിരിക്കും നല്ലത്. അഞ്ചി, ഞങ്ങളൊരു സാധനം അതിലുണ്ട്. സ്നാക്സ്. അത് തിന്ന് പോവാ. കേൾക്കണില്ലല്ലോ. ഹലോ, നിങ്ങൾ സൈഡാക്ക് സ്നാക്സ് താ ഞങ്ങൾക്ക്.
നിങ്ങക്ക്? ഇത്ര പെട്ടെന്ന് തീരുന്നില്ല, വെറുതെ പറയാണ്. എന്താ നിങ്ങക്ക് പെടുന്നൊരു ഏത് തുടങ്ങി നമുക്ക് വഴി നിർത്തിട്ട് സ്നാക്സ് വാങ്ങാം. ഞങ്ങൾ വട്ടമിട്ട് നിർത്തുന്നതായിരിക്കും. മര്യാദക്ക് സൈഡാക്കിക്കോ. ഒരു സൈഡാക്കി സോറി, ഞങ്ങൾക്ക് സ്നാക്സ് കൊണ്ട് തരാൻ വേണ്ടിട്ട് വരികയാന്ന് തോന്നുന്നു. ഇനി വിളിച്ച് വെറുപ്പിക്കരുത് ദയവ് ചെയ്തിട്ട്. ടാറ്റാ. അവിടെ എത്തുന്ന വരെ ഉള്ളതായി. ഓക്കെ, മമ്മിക്ക് കൊടുക്കണേ. മമ്മി ഇല്ലേ അവിടെ? ആ ഉണ്ട്. ഓക്കെ, ടാറ്റാ. ഇപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായി അല്ലേ? 1 മണിക്കൂർ കഴിഞ്ഞില്ലേ? 1 മണിക്കൂർ കഴിഞ്ഞ്. ആ, ഞങ്ങളിപ്പോ 1 മണിക്കൂർ കഴിഞ്ഞ്. സാധാരണ ഞങ്ങൾ പോയാലും ഇപ്പൊ വയനാട് താമരശ്ശേരി ചുരം വഴിയാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ പോകുന്നത് കുറ്റ്യാടി ചുരം വഴിയാട്ടോ. അതായത് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് എത്താൻ എളുപ്പം ആ വഴിയാണ്. അപ്പൊ നമ്മൾ കുറ്റ്യാടി ചുരം വഴിയാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു ഗൈസ്. ഇനി ഒരു 1.5 മണിക്കൂറും ഇനി ഒരു 1.5 മണിക്കൂറും കൂടി ഉണ്ട്. പക്ഷെ 1 മണിക്കൂർ ഒന്നും പോയത് ഞങ്ങൾ അറിഞ്ഞില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു 1/2 മണിക്കൂർ ആയിട്ടുള്ളൂ. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞ്. ഇനി നമുക്ക് ഒരു 1.5 മണിക്കൂർ കൂടി കഴിഞ്ഞ് അവിടെ എത്താം. നമ്മള് യാത്ര തുടങ്ങിയിട്ട് 1 മണിക്കൂറായിട്ടോ. ഇപ്പോഴും സുലുദ ആ നേരത്തെ കൊടുത്തിട്ടുള്ള ലേസറിന് കഴിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരു ആപ്പിളും കഴിച്ചിരമ്മ. ഉമ്മ ഒരു ആപ്പിൾ കഴിച്ചു, ഞാനൊരു ആപ്പിൾ കഴിച്ച്. സല്ല് കുറച്ച് ലേസും ഒരു 2 പീസും ഡൊറീറ്റോസും മാത്രം കഴിച്ചു. നിനക്ക് വിശക്കുണ്ടോ? ഈ ബിരിയാണി അല്ലേ പറഞ്ഞത്? ഞങ്ങളിത് കുറ്റ്യാടി എത്തി. ഇനി ഞങ്ങളിത് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഇവിടെ കുറച്ച് പലഹാരങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഇവിടുന്ന് ചായയും പലഹാരം കഴിക്കാം. ചായയും പലഹാരം കഴിക്കാം. ഉമ്മക്ക് എന്തൊക്കെയോ വേണമെന്ന് പറയുന്നുണ്ട്. ഇനി ചുരം കയറാൻ പോകുന്നതിന്റെ ചെറിയൊരു വിഷമത്തിലാണ്. അമ്മക്ക് ഈ കാറിലിരിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഈ ചുരം കയറുന്നതിന് മുന്നേ എന്തെങ്കിലും ചായ പലഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാല് ചുരം കയറാനായിട്ട് കൊടുത്താൽ അമ്മ സെറ്റ് ആവും. ചായ ആണ് ഉമ്മന്റെ എനർജി ഡ്രിങ്ക്. മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ അവിടെ. 5 സെയിം ആണ്. സെയിം 6 എണ്ണാണ്. 7 എണ്ണ എടുത്തോളൂ. പോണ്ടാണോ? ഇതെന്താ? ഇതെന്താ? 2 മീഡിയം മതി. പഴംപൊരിയും വാങ്ങിച്ച് പിന്നെ ബോണ്ടിയും വാങ്ങിച്ച് നമുക്ക് ചായ വാങ്ങിയിട്ട് കേട്ടോ. അപ്പൊ നമുക്കിത് കൊണ്ടു കൊടുക്കണം. മഴ പെയ്യുന്നുണ്ട്. ആ കൊട. ഞാൻ അതിലൊരു വലിയ പച്ചവളം ഇട്ടിട്ടുണ്ട്. ചൂടോണ്ടേ നല്ല മഴ പെയ്യുന്നുണ്ട് കഴിച്ചടെ. നമ്മളിവിടെ സപ്ലൈ ചെയ്യാൻ നടക്കുക. പഴംപൊരി വേണോ? വേണം. ചായ ഇട്ടില്ല. ചായ മമ്മിക്കും ഉമ്മക്ക് മാത്രമേ ചായ വാങ്ങിയുള്ളൂ. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി പഴംപൊരി. എനിക്കിത് മതി, മറ്റേ ബോണ്ട മതി. മഴ പെയ്യുമ്പോ ഞങ്ങള് റോഡിൽ നിന്ന് പഴംപൊരി ബോണ്ടയും ചായയും കുടിക്കുക. കോട്ടയും പിടിച്ചിട്ട് അങ്ങനെ ഞങ്ങളത് ചായയൊക്കെ കുടിച്ച് നമ്മളെ യാത്ര റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 1 മണിക്കൂർ റിസോർട്ടിലേക്ക് 1 മണിക്കൂറും കൂടെ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. അപ്പൊ 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ നമ്മൾ റിസോർട്ടിലെത്തും. ഇവിടുത്തെ നോക്ക്, മുകളിലത്തെ മല. അവിടെ അത്രയും കേറി ചുരം കേറി നമ്മൾ അവിടെ എത്തണം. നല്ല കോട ഉണ്ട് തോന്നിട്ട് ശ്രീ. നല്ല രസമുണ്ടാവും. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഗൈസ്. ഇങ്ങനെ ചെറുതായിട്ട് പൊടിമഴയുണ്ട്. നല്ല പൊടി മഴയൊക്കെ ആയിട്ട് നല്ല തണുപ്പായിരിക്കും അവിടെ. ഇതുണ്ടോ നമ്മള് പോകുന്ന വഴി കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫുൾ മലയും കോടയൊക്കെ ആയിട്ട്. എടാ നോക്ക്, നല്ല കോട ഉണ്ട്. ആണ് നല്ല കോടയായിരിക്കും ഫുൾ. അതുണ്ടോ, നല്ല രസമുണ്ട്. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായി ഗൈസ്.
ചെവി അടഞ്ഞു ഗൈസ്, ചെവി അടഞ്ഞു. ചോര എവിടെ എത്തുന്നു അപ്പൊ എന്റെ ചെവി അടഞ്ഞു. എന്റെ അടഞ്ഞില്ല, അതെല്ലാവർക്കും ഉള്ളതാണ്. എന്റെ അടഞ്ഞ് അല്ലല്ല, ഇവർക്ക് അഞ്ചിക്കും സല്ലൂനൊന്നും ഇല്ല, ഓർക്കൊന്നും ചെവി അടയില്ല. ഓരോ ദിവസം മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ ഓരോ പിന്നിലായിരുന്നു. കാക്ക് വഴി അറിയാം, ഞങ്ങൾക്ക് ആർക്കും വഴി അറിയില്ല ഗൈസ്. അപ്പൊ കാക്കാനെ പിന്തുടർന്ന് ഞങ്ങളും പോകും. ഹായ്, നോക്ക് മമ്മി, നല്ല രസമുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിത് ചുരം കയറാണ്. ഇനി ഇവിടുന്ന് ഒരുപാടൊന്നും ഉണ്ടാവില്ലല്ലേ ശ്രീ? പിന്നെ ഒരു 3/4 മണിക്കൂർ എന്നാണ് സല്ലു പറഞ്ഞത്. ചുരം കയറിയിട്ട് നമുക്ക് ഒരു 3/4 മണിക്കൂറുള്ളൂ ഗൈസ്. നല്ല രസമുണ്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ പോവാന്. പ്രത്യേകിച്ച് ഇന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് കോടയുണ്ട്, ചെറിയ മഴ ഉണ്ട്, ഭീകര മഴ ഉണ്ട്, നമുക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ടാവും. പക്ഷെ ഇത് നമുക്ക് എൻജോയ് ചെയ്ത് പോവാൻ പറ്റും. നല്ലൊരു ഇങ്ങനെ മൂടി നിൽക്കുന്ന ക്ലൈമറ്റ് ഇല്ലേ? കാണിച്ചു ഗൈസ്, ഇത് അവിടെ കണ്ടോ? അടിപൊളി വഴിയില്ലേ? നമ്മളിതേ ഗൈസ് മെല്ലെ ചുരം കേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മഴയൊക്കെ പെയ്തോണ്ട് നമുക്ക് മെല്ലെ ചുരം കയറാൻ പറ്റുള്ളൂ. ഇവിടെ 2 സൈഡിൽ ഫുള്ള് റബ്ബർ തോട്ടങ്ങളാട്ടോ. അതിന്റെ നടുക്കൂടുള്ള കുഞ്ഞു വഴി കൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകി പോകുന്നു. നല്ല സലീമ, ഇറങ്ങാൻ പറ്റൂലേ? ഇറങ്ങാൻ പറ്റില്ല. നല്ല ഭംഗിയുണ്ട്. അത് ഭയങ്കര ഉയരത്തൊന്നല്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഈ ഒരു സൈഡിലേക്ക് എത്തിയ സമയത്ത് ഫുള്ള് ഇരുടാട്ടോ, കാടും ഒക്കെ ആയിട്ട്. ചെവി ചെറുതായിട്ട് അടഞ്ഞില്ലേ? എനിക്ക് ചുരം കയറുമ്പോ ചെവി അടയില്ല. എന്താണ് വെറുതെ പറയും, എനിക്ക് ചെറുതായിട്ട് ചെവി അടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് പ്രോപ്പർ ചുരം കയറലൊന്നും ആയില്ല, പക്ഷെ എന്നാലും ഒന്നാമത് എത്തിയിട്ടില്ല. ചെവി ചെറുതായിട്ടൊന്നും അടഞ്ഞിട്ടുണ്ട്. പള്ളി നല്ല രസമുണ്ടേ. നല്ല നാച്ചുറൽ നല്ല ഭംഗിയുള്ള ഒരു പള്ളി ഗൈസ്. ഇത് കണ്ടോ, കോട കണ്ടോ ശ്രീ? ഇതാ അടുത്ത സൈഡിൽ നോക്ക്. ഇവിടെ കുറച്ച് ഇരുട്ട് മൂടിയും കൊണ്ടാണ് ഗൈസ്. കണ്ടോ, 2 സൈഡിലും ഇങ്ങനെ ഓരോ റബ്ബർ തോട്ടോ അങ്ങനെയൊക്കെ കാട് പോലെ ആയിട്ട് ഇരുട്ട് മൂടിയും കൊണ്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഗൈസ്. അടിപൊളി വ്യൂ വരുന്നുണ്ട്. നല്ല കാറ്റും കണ്ടോ, ഫുൾ കോടയാണ് ഗൈസ്. എന്റെ അമ്മേ, ഉമ്മങ്ങള് കാണുന്നില്ലേ? ഇത് നോക്ക് ഗൈസ്, നല്ല ഭംഗിയുണ്ട്. കണ്ടോ, കൊറേ വണ്ടി നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി. ഇവിടുന്ന് അപ്പുറത്തേക്ക് ഒക്കെയാണ് ഗൈസ്. അടിപൊളി, നല്ല രസമുണ്ട്. അടിപൊളി. 5 തലട്ട് നോക്കുന്നുണ്ട്. പോയി നമ്മൾ ചുരത്തിന് 5ാമത്തെ വളവെത്തി ഗൈസ്. എത്ര വളവുണ്ട് അറിഞ്ഞൂടാ, അതറിഞ്ഞൂടാ, പക്ഷെ 5ാമത്തെ വളവിലെത്തി. എന്തായാലും പിന്നാലെ പോവാ. മാണിക്കച്ചിറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാണുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീന്തി കുതിച്ചു പോയി. കണ്ടു ഫലനിര, കണ്ടു താഴ്വര. നല്ല പ്രകൃതി സൈഡില് അങ്ങനെ എന്തോ ആണ് ഗൈസ് അവിടെ കാപ്പിത്തോട്ടം. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി കാണാനൊക്കെ പറ്റും, വേണമെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് കേറിയിട്ട്. അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. കോടന്റെ ഉള്ളിൽ കൂടെ നമ്മള് നേരത്തെ കണ്ട മലേന്റെ മുകളിലെത്തി. നമ്മളിതേ കോടന്റെ ഉള്ളിൽ കൂടെയാണ് ഗൈസ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ചുരം വഴി പോകുന്നത്, പക്ഷെ നല്ല അടിപൊളി. നമ്മളിതേ ഇപ്പൊ നേരത്തെ കണ്ട ആ കോടന്റെ ഉള്ളിലൂടെയാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെൽക്കം ടു നോർത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷൻ. ആനകളുടെ സ്വതന്ത്ര വിഹാരത്തെ തടസ്സപ്പെടുത്താതിരിക്കുക. ആന നടക്കുന്ന വഴിയാണ് ഇത്. അതെ ഗൈസ്, ഞാനൊന്ന് ഗ്ലാസ് തുറന്ന് നോക്കട്ടെ, തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ട്. ചുരം മൊത്തം ഇറങ്ങാണോ? ഇത് ഇറക്കാണല്ലോ ഫുള്ള്. തോന്നുന്നു ഇത് മൊത്തം ഇറക്കാണ് കേട്ടോ. വഴി മാറി നമ്മൾ തിരിച്ച് വീണ്ടും അവിടെ തന്നെ എത്തും. മാപ്പ് തെറ്റിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? അല്ല ഞങ്ങളെല്ലാം റോഡെത്തി, ചുരം കഴിഞ്ഞ് ചുരം കഴിഞ്ഞു ഗൈസ്.
ഇനി നമുക്ക് ആകെ 1/4 മണിക്കൂറായിട്ട് നമ്മൾ റിസോർട്ടിൽ എത്തുന്നതായിരിക്കും. എനിക്ക് വണ്ടി ഓടിച്ച് മതിയായി ഗൈസ്. അങ്ങനെ അവസാനം ഷാമിയുടെ ഇപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ എത്താറായി ഗൈസ്. ഇനി ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ റിസോർട്ടിൽ എത്തുന്നതായിരിക്കും. ഇപ്പോഴാണ് നല്ല മഴ പെയ്തിട്ടോ. ഇത്രയും നേരം പൊടിഞ്ഞ് പെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കുറച്ചു നേരമായിട്ട് നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ഒരെവിടെയോ എത്തി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, വഴി തെറ്റുമ്പോ ഒരു മാത്രമാണ് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്നത്. ഞങ്ങൾക്ക് മാപ്പൊന്നും ഇല്ല. ഞങ്ങളെ മാപ്പാണ് ഇനിയിപ്പോ നമ്മളെ കാണാണ്ടായവര് വിളിച്ചോളൂ. അത് വിളിച്ചോളൂ. പിന്നെ ഗൈസ് നമ്മൾ ഇവിടെ മെഡിസിൻ വാങ്ങാൻ വേണ്ടി നിർത്തിയ സമയത്ത് കുറച്ച് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവര് നമ്മൾ അവിടെ വീട് തൊട്ടടുത്താണ്, വീട്ടിലേക്ക് വരുന്നു എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പോവാണ് ഗൈസ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തുന്നതായിരിക്കും ഗൈസ്. ഞങ്ങള് വണ്ടിയിൽ കേറിയത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഗൈസ്. ഫുൾ എനർജിയിലാണ് ഞങ്ങൾ. ഇത്ര സമയം പോയത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. അവിടുന്ന് കേറി അതേ ഫീലിൽ തന്നെയാണ് ഇപ്പോഴും. നമ്മളിത് ഗൈസ് റിസോർട്ട് എത്താറായി. റിസോർട്ടിലേക്കുള്ള വഴി ഒരു കുഞ്ഞു വഴിയാട്ടോ. നമുക്കൊരു നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു വഴിയാണ്. ആ വഴി കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴക്കാറുണ്ട് ഇവിടെ. ഏത് നിമിഷം വേണമെങ്കിലും ഒരു പെരുമഴ പെയ്യും. ഇപ്പത്തെന്ന് പറഞ്ഞിട്ട് എന്താ ഷാമി എത്താത്തത്? അതിന്റെ പിന്നാലെ നമുക്ക് പോയോ. ഈ വഴിയാണ് ഏറ്റവും ദൂരം അല്ലേ? ഇതുവരെ ഞങ്ങളോട് 5 മിനിറ്റ് കൊണ്ട് എത്തുന്ന പറഞ്ഞാണ് ഗൈസ്. ഇപ്പൊ ഓടാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റ് ആയി ഇപ്പൊ ഓടാൻ തുടങ്ങിയിട്ട്. അത് ഈ ചെറിയ റോഡായതുകൊണ്ട് നമ്മളിങ്ങനെ മെല്ലെ പോകുന്നോണ്ട് തോന്നുന്നായിരിക്കും. നമ്മുടെ റിസോർട്ട് എത്തി ഗൈസ്. നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇനി 4 ദിവസം ഞങ്ങൾ ഇവിടെ തന്നെ. അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലി സ്ഥലത്തെത്തി. പുറത്തിറങ്ങി നോക്കാം. 5 ഇറങ്ങി 5 ഇറങ്ങി. നല്ല രസമുണ്ട്. നോക്ക്, ശരിക്കും പോലെ ഉണ്ട്. ഇതാ ഗൈസ് ഇവിടെ ആനയുണ്ട്. ചെറിയൊരു അരുവി പോലെ. ചെറിയൊരു അരുവി പോലെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ അങ്ങനെ പിന്നെയും തിരിച്ചു വന്നു. ഞങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 5ക്ക് എങ്ങനെങ്കിലും ഇറങ്ങിയാ മതി എന്നായിരിക്കുന്നു. ഇവിടെ വന്നപ്പോ സമാധാനം. ഇതൊക്കെ ആനൊക്കെ കണ്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ എത്തി ഗൈസ്. ഇനി ആദ്യം ഞങ്ങൾക്ക് ചെയ്യേണ്ട പരിപാടി എന്താന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം. സമയത്ത് 6 മണിയോ? കറക്റ്റ് 6 മണിക്ക്. 6 മണിക്കാണ് ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ. അതെ കറക്റ്റ് 6 മണി. പക്ഷെ വിശപ്പൊന്നുമില്ല ഞങ്ങൾക്ക്. ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം ഇവിടെ ചുറ്റിലും നടത്തൊന്ന് കാണണം. നിങ്ങൾക്ക് കാണിച്ചു തരണം. സൗണ്ട് അരുവിന്റെ പോലത്തെ നല്ല തണുപ്പുണ്ട്. നമുക്ക് റൂമിലോട്ട് പോവാം ഗൈസ്. നമ്മൾ റൂമിന്റെ താഴോട്ടേക്കാണ് കേട്ടോ. നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഗൈസ്. സ്ലിപ്പാവേ. നിങ്ങൾ രണ്ടാളും നല്ല ശ്രദ്ധിക്കണം. ചിലപ്പോ ഞാനായിരിക്കും ഗൈസ് ഇതിൽ വീഴുക. ഇത് നൈറ്റ് ആവുമ്പോ നല്ല രസം ഉണ്ടാവും. ഇവിടെ ലൈറ്റ്സ് ഒക്കെ വരുന്നിട്ട് അല്ലേ. ഇവിടെ ഇതേ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. നൈറ്റ് ആവുന്ന സമയത്ത് നല്ല രസം ഉണ്ടാവും. ഇതാണ് ഗൈസ് ആന. നോക്ക്, വെളുത്ത് കറക്റ്റ് ശരിക്കും ഉള്ള ആനനെ പോലെ ഉണ്ടേ. ചക്കേ ശരി, അതവിടെ ഉണ്ട്. ഇത് നോക്ക്, ആനനെ നോക്ക്. നമ്മള് വന്ന സ്ഥലം വയനാടാണ്. പിന്നെ മഴയാണ്. അട്ടുണ്ടാവും, സൂക്ഷിക്കുക. അട്ടുണ്ടാവോ? സീരിയസ് ആയിട്ട് ചിലപ്പോ ഉണ്ടാവും, പറയാൻ പറ്റില്ല. ശരിക്കും കാര്യമായിട്ട് സീരിയസ് ആയിട്ടാ. മഴക്കാലം പട്ട വരില്ലേ. ഇതാണ് ഗൈസ് നമ്മുടെ റൂം. ഇത് കണ്ടോ, കാടിന്റെ ഉള്ളിലൊരു വീട് പോലെ. കാടിന്റെ ഉള്ളിലൊരു വീട് പോലെ. ഇത് ആക്ച്വലി 2 റൂമുള്ള ഒരു ഒറ്റ വില്ല ആയിട്ടാണ്. അപ്പൊ നമുക്ക് 2 ഫാമിലിക്കും ഇങ്ങനെ അല്ലെങ്കിലും നമ്മള് 2 റൂം എടുത്തിട്ട് ഒരു റൂമിലാണ് സ്റ്റേ ചെയ്യാറ്. രണ്ടും അടുത്തടുത്തായിട്ട് സൗകര്യായി. ഇവിടെ എന്തുള്ള വ്യൂ ആണ് ഗൈസ്. ഇത് മുന്നില് ഫുള്ള് വാഴത്തോട്ടം. എവിടെ? ഇത് ഗൈസ് ഇതാണ് നമ്മളെ എൻട്രൻസ്. ഫസ്റ്റ് തന്നെ പൂളാണ് ഗൈസ് വരുന്നത്, കണ്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇരുന്ന് കഥ പറയാനുള്ള സ്ഥലം. ഇത് നോക്ക്, ഓപ്പൺ ആണ് ഇവിടെ. മഴ പെയ്താൽ നല്ല രസം ഉണ്ടാവും. ഇവിടെ ഞങ്ങൾക്ക് നല്ല രസമുണ്ട് ഗൈസ്. ഞങ്ങൾ ഇവിടെ രാത്രി ഇരുന്ന് പാട്ട് പാടുന്നതായിരിക്കും. ഇവിടെ ഇങ്ങനെ എല്ലാരും മജ്ലിസ്. അടിപൊളിയാണ് ഗൈസ്. പിന്നെ നമുക്ക് 2 റൂമാട്ടോ ഇവിടെ വരുന്നത്. ഒരു റൂം ജസ്റ്റ് ഓപ്പോസിറ്റ് അവിടെ. ഇത് ശരിക്കും ഫ്രണ്ട്സിന്റെ ഫാമിലി ആയിട്ട് വരില്ലേ,
അവർക്ക് ഇങ്ങനെ 2 ടീമൊക്കെ ആണെങ്കിൽ ഒന്നിച്ച് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം. പിന്നെ റൂമിലേക്ക് പോകണമെങ്കിൽ 2 റൂം അടുത്തടുത്ത് തന്നെ. ശരിക്കും വീട് പോലെ തന്നെ. ഇനി ഗൈസ് നമുക്ക് റൂം ടൂറിലേക്ക് കടക്കാം. ഇതാണ് ഗൈസ് നമുക്ക് 4 ദിവസത്തേക്കുള്ള റൂം. നല്ല അടിപൊളി വൈറ്റ് ബെഡ്. ഇതാണ് ഗൈസ് റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ വെൽക്കം നോട്ടൊക്കെ ഉണ്ട് ഇതില്. എക്സ്ട്രാ ബെഡ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി അലമാരുണ്ട്. ഇവിടെ കാടുണ്ട്. അവിടെ കാണാം. ഇത് നമുക്ക് ഓരോ ജനലിന്റെ ഈ ഒരു കേർട്ടൻ നീക്കുമ്പോ ആ സ്ഥലത്തൊക്കെ കാടാണ് ഗൈസ് ഇവിടെ. ഇത് കണ്ടോ? ഇത് നമുക്ക് അവിടെ ലൈറ്റ് വരും രാത്രി കഴിഞ്ഞ. നമ്മള് നടന്നു വന്ന വഴിയാണത്. രാത്രി ആയാലും ആ യെല്ലോ ലൈറ്റ്സ് എല്ലാം ഇങ്ങനെ തെളിഞ്ഞു കാണും. ഇവിടെ പിന്നെ നമുക്ക് AC ഒന്നും ആവശ്യമില്ല. ഇവിടെ വന്നപ്പോ തന്നെ ഇപ്പൊ തന്നെ തണുപ്പുണ്ട്. ഇനി കുറച്ചുകൂടെ ഒക്കെ രാത്രി ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. ഇനി ഗൈസ് ഞങ്ങൾക്ക് ബാത്റൂം കാണിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. നല്ല ബാത്റൂം. എന്താ ഓപ്പണാ? മോളിൽ വെളിച്ചം വരുന്നു ഗൈസ്. മോളില് മറ്റേ ഗ്ലാസ് വെച്ചിട്ടുള്ളതല്ലേ, അവിടുന്ന് ഇങ്ങോട്ടേക്ക് വെളിച്ചം വരുന്നതാണ്. അടിപൊളി. ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഗൈസ് ഇതിനുള്ളില്. ഇപ്പോഴത്തെ സൈഡിൽ ഇതേ ബേസിനും മിററും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. വലിയൊരു ബാത്റൂം ആട്ടോ അത് അല്ലേ. നല്ല വലിപ്പുണ്ട് ബാത്റൂമാണ്. റൂമിന്റെ പകുതി ബാത്റൂം. ഇതാണ് ഗൈസ് നമ്മുടെ രണ്ടാമത്തെ റൂം. ഹായ് ട്വിൻസ്. ആ റൂം പോലെ തന്നെയാണ്. പക്ഷെ ആ റൂമിൽ ഇപ്പുറത്തെ സൈഡിലായിരുന്നു ബാത്റൂമും പിന്നെ ഈ ഇതൊക്കെ ഉണ്ടായിരുന്നത്, അലമാരൊക്കെ ഉണ്ടായിരുന്നത്. തിരിച്ച് ഇപ്പുറത്തേക്ക് വെച്ചു. ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇതുവരെ നിന്നേന്ന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള റൂം അല്ലേ. ബാത്റൂം ഉണ്ട്. അവിടുത്തെ ബാത്റൂമിന് നേരെ ഓപ്പോസിറ്റ് തിരിച്ചു വെച്ച പോലെ ആ സൈഡിലാണ് നമുക്ക് ആ ഷവറിന്റെ ഏരിയ ഒക്കെ വരുന്നത് കേട്ടോ. ഇവിടെ ആ ടോപ്പിൽ ഗ്ലാസിന്റെ ആ ഒരു സംഭവം തന്നെയാണ് വരുന്നത്. ബാത്റൂം എത്ര വലുതല്ലേ. നല്ല വലുപ്പുണ്ട്, നല്ല വൃത്തിയുണ്ട് കേട്ടോ. സ്പേഷ്യസ്. അങ്ങനെ വെച്ച് ഞങ്ങൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്നതാണ്. 5 അപ്പോഴത്തേക്കും ഫ്രഷ് ആവാൻ വേണ്ടി നേരെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി 4 ദിവസം ഞങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും ഗൈസ്. ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. ബാക്കി വീഡിയോസ് ഒക്കെ വഴിയെ വരുന്നതായിരിക്കും. ടാറ്റാ.